കണ്ണൂർ തൊടിക്കളത്ത് CPIM ബ്രാഞ്ച് സമ്മേളനം ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ തടഞ്ഞു. ശ്രീ നീലകണ്ഠി ഭഗവതി ക്ഷേത്രത്തിന്റെ കെട്ടിടത്തിലായിരുന്നു സമ്മേളനം നിശ്ചയിച്ചത്. തർക്കത്തെ തുടർന്ന് സമ്മേളനം പാർട്ടി പ്രവർത്തകന്റെ വീട്ടിലേക്ക് പിന്നീട് മാറ്റി. സജോ ദേവസ്യ കണ്ണൂരിൽ നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. സജോ, എന്താണ് ഇങ്ങനെ ഒരു പാർട്ടി സമ്മേളനം? ഇത് ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിലാണോ അല്ല ക്ഷേത്രത്തിന്റെ കെട്ടിടത്തിലാണോ? എന്താണ് സംഭവം? ഇങ്ങനെ ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ അവിടെ വരാനുള്ള സാഹചര്യം എന്താണ്? വിവരങ്ങൾ. പ്രജിൻ, മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കണ്ണൂരിലെ തൊടിക്കളം ശ്രീ നീലകണ്ഠി ഭഗവതി ക്ഷേത്രത്തിന് സമീപമുള്ള ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ തന്നെയുള്ള കെട്ടിടമാണ്. അതായത് ക്ഷേത്രത്തിന്റെ കെട്ടിടമെന്ന് തന്നെ അതിനെ വിളിക്കാം. ആ കെട്ടിടത്തിലാണ് CPIM തൊടിക്കളം ബ്രാഞ്ച് സമ്മേളനം നടന്നത്. ആ ബ്രാഞ്ച് സമ്മേളനം നടക്കുന്നതിനിടെയാണ് ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ക്ഷേത്രത്തിന്റെ തന്നെ ഒരു കെട്ടിടത്തിൽ പാർട്ടി ബ്രാഞ്ച് സമ്മേളനം നടത്തുന്നതിനെതിരായ പ്രതിഷേധമാണ് അവർ നടത്തിയത്. പ്രതിഷേധത്തിന് പിന്നാലെ ഈ ബ്രാഞ്ച് സമ്മേളനം സമീപത്ത് തന്നെയുള്ള CPIM പ്രവർത്തകന്റെ വീട്ടിലേക്ക് മാറ്റി. ഈ വിഷയത്തിൽ CPIMന്റെ ലോക്കൽ കമ്മിറ്റി ഇതിനകം ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ചിറ്റായിപ്പറമ്പ് ലോക്കൽ കമ്മിറ്റിയാണ് അവരുടെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. പറയുന്നത് RSS അപവാദ പ്രചരണം നടത്തുകയാണ്. ആ കെട്ടിടത്തിൽ ബ്രാഞ്ച് സമ്മേളനം നടത്തിയിട്ടില്ല. അവിടെ പാർട്ടി പ്രവർത്തകരായ ആളുകൾ വന്നിട്ടുണ്ട്. ആ ക്ഷേത്രം ഒരു വലിയ ക്ഷേത്രമല്ല. അതിന്റെ ഭാഗമായി, അതായത് ക്ഷേത്രം ഇരിക്കുന്ന ശ്രീകോവിലടക്കമുള്ള ഭാഗത്തല്ല ഈ ആളുകൾ ഉണ്ടായിരുന്നത്. അത് പക്ഷേ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് തന്നെയുള്ള ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിൽ ആളുകൾ ഉണ്ടായിരുന്നു. സമ്മേളനത്തിന്റെ ഭാഗമായ ചില ഒരുക്കങ്ങൾക്ക് വേണ്ടിയും മറ്റും ആ കെട്ടിടത്തിലേക്ക് പോയിട്ടുണ്ട്. അതല്ലാതെ സമ്മേളനം അവിടെ നിശ്ചയിച്ചിട്ടില്ല. സമ്മേളനം ഈ പാർട്ടി പ്രവർത്തകന്റെ വീട്ടിൽ തന്നെയാണ് നിശ്ചയിച്ചിരുന്നതെന്നാണ് അവർ വിശദീകരണമായി പറയുന്നത്. പക്ഷേ വലിയ തർക്കവും ബഹളവും ഒക്കെ RSS, ഹിന്ദു ഐക്യവേദി, CPIM പ്രവർത്തകർ തമ്മിൽ ഈ സമ്മേളനത്തിനിടെയുണ്ടായി. പക്ഷേ മറ്റ് സംഘർഷങ്ങളിലേക്കും തർക്കങ്ങളിലേക്കും ഒന്നും പോയില്ല. പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന CPIM പ്രവർത്തകർ സമീപത്ത് തന്നെയുള്ള CPIM പ്രവർത്തകന്റെ വീട്ടിലേക്ക് മാറിയതോടുകൂടി പ്രതിഷേധം അവസാനിക്കുകയും ചെയ്തു. പക്ഷേ ക്ഷേത്ര കോമ്പൗണ്ടിനെ രാഷ്ട്രീയ ആവശ്യത്തിനു വേണ്ടി ദുരുപയോഗിക്കുന്നു എന്ന വിമർശനമാണ് RSS ഉൾപ്പെടെയുള്ള സംഘടനകൾ പറയുന്നത്. അതേസമയം അത് അപവാദ പ്രചരണമാണെന്ന മറുപടി CPIM നൽകുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ RSS ബന്ധത്തെ ചൊല്ലി CPIM കോൺഗ്രസും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രതികരണം നടത്തുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം കണ്ണൂരിലുണ്ടായത്. എന്തായാലും ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ ബ്രാഞ്ച് സമ്മേളനം തടയുന്നു. പിന്നീട് CPIM മറ്റൊരു അംഗത്തിന്റെ വീട്ടിലേക്ക് ആ സമ്മേളനം മാറ്റി ആ വിവാദം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.